നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് ഉപ്പളയിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ചേശ്വരത്തെ കരിദിനം MLAക്ക് നേരെ കരിങ്കൊടി പ്രയോഗം. VS അച്യുതാനന്ദന്റെ നിലപാട് ജനം തിരിച്ചറിയുമെന്ന് RMP നേതാവ് KK രമ. TPയെ കൊലപ്പെടുത്തിയത് VSന്റെ നിലപാടുകൾ പിന്തുടരുന്നതാണെന്നും KK രമ. 2 സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ച പത്രിക സമർപ്പിച്ചത് AP SDPI സ്ഥാനാർത്ഥികൾ. ആവേശം പകർന്ന മാജിക് ഷോ, ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ പുതിയ അവബോധം. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം താലൂക്ക് ആസ്ഥാനം ഉപ്പളയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ പ്രതിഷേധ പരിപാടികളുമായി മഞ്ചേശ്വരം വികസന സമിതി രംഗത്തെത്തി. സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച മഞ്ചേശ്വരത്ത് കരിദിനം ആചരിച്ചു. നേരത്തെ തന്നെ താലൂക്ക് ആസ്ഥാനം മഞ്ചേശ്വരത്ത് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരം വികസന സമിതി പ്രക്ഷോഭ പരിപാടികൾ നടത്തിവന്നിരുന്നു. ജില്ലാ കളക്ടറും PB അബ്ദുൾ റസാഖ് MLAയും നടത്തിയ ഗൂഢനീക്കങ്ങളുടെ ഭാഗമായാണ് താലൂക്ക് ആസ്ഥാനം ഉപ്പളയിൽ സ്ഥാപിക്കുവാൻ ശ്രമം നടക്കുന്നതെന്നാണ് സമിതി ഭാരവാഹികൾ നേരത്തെ ആരോപിച്ചത്. ഇതുമാത്രമല്ല, സമിതി ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. ഈ കേസിലാണ് വികസന സമിതിക്ക് ക്ഷീണം നൽകി താലൂക്ക് ആസ്ഥാനം ഉപ്പളയിൽ സ്ഥാപിക്കുവാൻ ഹൈക്കോടതി വിധിച്ചത്. ഹൈക്കോടതിയുടെ വിധി വന്നതോടെ ഉപ്പളയിലെ വാടക കെട്ടിടത്തിൽ ബുധനാഴ്ച താലൂക്ക് ആസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചു. പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ മഞ്ചേശ്വരം വികസന സമിതി ബുധനാഴ്ച കരിദിനമായി ആചരിച്ചു. വികസന സമിതി പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഇതിനിടെ വർക്കാടിയിൽ നിന്നും മഞ്ചേശ്വരത്തേക്ക് വരികയായിരുന്ന PB അബ്ദുൾ റസാഖ് MLAക്കെതിരെ കരിങ്കൊടി പ്രയോഗവും നടന്നു. മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരികയായിരുന്ന MLAക്കെതിരെയാണ് ഹൊസങ്കടിയിൽ വെച്ച് കരിങ്കൊടി പ്രയോഗം നടന്നത്. കാർ തടഞ്ഞു നിർത്തി വികസന സമിതി പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. പിന്നീട് പോലീസ് എത്തി കരിങ്കൊടി പ്രകടനക്കാരെ നീക്കുകയായിരുന്നു. സമിതി ഭാരവാഹികളായ ബഷീർ കനില, MK മജീദ്, MKE അബ്ബാസ്, യാക്കൂബ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് C അഹമ്മദ് കുഞ്ഞി, ഹരിശ്ചന്ദ്ര മഞ്ചേശ്വരം, ആദർശ് അങ്കടിപ്പതവ്, പത്മനാഭ കടപ്പുറം, യോഗീഷ്, നവീൻ മഞ്ചേശ്വരം, അശോക് തുടങ്ങിയവർ കരിങ്കൊടി പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുതുതായി ആരംഭിച്ച മഞ്ചേശ്വരം താലൂക്ക് പ്രവർത്തനം ആരംഭിച്ചു. ഉപ്പളയിലെ സ്വകാര്യ കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പുതുതായി അനുവദിച്ച മഞ്ചേശ്വരം താലൂക്കിന്റെ പ്രവർത്തനം ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു. ADM മുഹമ്മദ് അസ്ലമിന്റെ സാന്നിധ്യത്തിലാണ് താലൂക്ക് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. PK ചന്ദ്രൻ തഹസിൽദാരായും വിജയകുമാർ അഡീഷണൽ തഹസിൽദാരുമായാണ് ഓഫീസ് പ്രവർത്തനം നടക്കുന്നത്. ഇതിനു പുറമെ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ K ഗീതാരത്ന, ഒരു സൂപ്രണ്ട്, 9 ജൂനിയർ സൂപ്രണ്ട്, 5 ക്ലർക്ക് എന്നിവരെയും പുതിയ താലൂക്ക് പ്രവർത്തനത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം താലൂക്കിന്റെ ആസ്ഥാനം ഉപ്പളയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ സ്വകാര്യ ഹർജി തള്ളിയ സാഹചര്യത്തിലാണ് ഉപ്പളയിൽ താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കാസർഗോഡ് താലൂക്ക് വിഭജിച്ചാണ് മഞ്ചേശ്വരം താലൂക്ക് രൂപീകരിച്ചത്. ഓർക്കാടി, മീഞ്ച, പൈവളികെ, മഞ്ചേശ്വരം, മംഗൽപാടി, എൺമകജെ, പുത്തികെ, കുമ്പള പഞ്ചായത്തുകളാണ് മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്നത്. ജില്ലയിലെ തന്നെ ഹൊസ്ദുർഗ് താലൂക്ക് വിഭജിച്ചുള്ള വെള്ളരിക്കുണ്ട് താലൂക്ക് കഴിഞ്ഞ 21-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ ആസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം കോടതിയിലെത്തിയതോടെ ഉദ്ഘാടനം വൈകുകയായിരുന്നു. പുതിയ താലൂക്ക് യാഥാർത്ഥ്യമായതോടെ എല്ലാ ആവശ്യങ്ങൾക്കും കാസർഗോഡിനെ ആശ്രയിക്കേണ്ട സ്ഥിതി ഒഴിവായിരിക്കുകയാണ്. താലൂക്ക് ആസ്ഥാനം ഉപ്പളയിൽ പ്രവർത്തനം ആരംഭിച്ചതോടെ മഞ്ചേശ്വരം താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്നവർ ആഹ്ലാദത്തിലാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ RMP നേതാവ് KK രമ. TP ചന്ദ്രശേഖരന്റെ പദത്തിൽ VS അച്യുതാനന്ദൻ നിലപാട് മാറ്റം ജനം തിരിച്ചറിയുമെന്ന് KK രമ. VS CPM-ൽ എടുത്ത നിലപാടുകൾ പിന്തുടർന്നതിനാലാണ് TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്നും KK രമ പറഞ്ഞു. കാസർഗോഡ് ഇടതുപക്ഷ ഐക്യമുന്നണി ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KK രമ. VSന് RMPയെ തള്ളിപ്പറയാനാവില്ല. അതുകൊണ്ട് തന്നെ മനസാക്ഷിക്കനുസരിച്ചുള്ള നിലപാടാണ് VS എടുത്തതെന്ന് വിശ്വസിക്കില്ല. വ്യക്തിവിരോധം കാരണമല്ല TPയെ കൊന്നതെന്ന് കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നും എല്ലാവർക്കും അറിയാം. CPM-ന്റെ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ തെരഞ്ഞെടുപ്പ് സമയത്ത് VSനെ കൂടെ നിർത്താൻ ഇറക്കിയതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് VSന് ഇത് മനസ്സിലാകും. VSന്റെ ആശയങ്ങളും ആദർശങ്ങളും പിന്തുടർന്നതിനാലാണ് TPയെ കൊന്നതെന്നും KK രമ പറഞ്ഞു.
സഖാവ് VSന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ഞങ്ങൾ പിന്തുണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതൊരിക്കലും UDF അനുകൂല രാഷ്ട്രീയമല്ല, യഥാർത്ഥ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. പിന്നെ VS എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളത് കേരളത്തിലെ ജനം വിലയിരുത്തുമെന്നാണ് എനിക്കതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. VS വ്യത്യസ്തമായ ഒരു പാർട്ടിയിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളല്ല. പക്ഷേ VS ഇന്ന് ആ പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാൽ VSന് പ്രശ്നമായിരിക്കും എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അല്ലാതെ പൂർണ്ണമായും ഞങ്ങളുടെ ഈ ഒരു സമരത്തെ തള്ളിപ്പറയാൻ VSന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കലായിരിക്കും. അങ്ങനെ ഒരു നിലപാട് VSന് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആരും പറഞ്ഞിട്ടല്ല RMPയുടെ യാത്ര ഉപേക്ഷിച്ചത്. തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് മാറ്റിവെച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് നടത്തും. CPM ഇപ്പോൾ ഏറ്റവും പേടിക്കുന്നത് RMPയെയാണ്. RMPയുടെ വളർച്ച CPMന്റെ ഉറക്കം കളയുകയാണ്. നേരത്തെ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തവരെ പോലും മാറ്റാൻ CPM നേതൃത്വം ഇപ്പോൾ ശ്രമിക്കുകയാണ്. CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആരാണെന്ന് ജനത്തിനറിയാം. UDF സ്ഥാനാർത്ഥികളെയാണ് CPM ഇറക്കുന്നത്. പിണറായി മലപ്പുറത്ത് വന്നാൽ താമസിക്കുന്ന മുതലാളിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. സ്വാശ്രയ മുതലാളിയെയും CPM ഇത്തവണ ഇറക്കി. സ്വതന്ത്രന്മാരിൽ എത്ര പേർ ഇടതു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്ന് CPM വിശദീകരിക്കണമെന്നും KK രമ പറഞ്ഞു. ഈ യാത്ര മാറ്റിവെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഈ ഏപ്രിൽ മാസം ലാസ്റ്റാണ് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഏപ്രിൽ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് 1. പക്ഷേ അതൊന്നുമല്ല നടന്നത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഏപ്രിൽ 1 വീക്കിൽ ഇലക്ഷൻ വന്നു. ഞങ്ങളൊരു ചെറിയ പാർട്ടിയാണ്. അപ്പോൾ ഇലക്ഷൻ പ്രവർത്തനവും ഈ ജാഥയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, കുറച്ച് പ്രവർത്തകരേ ഉള്ളൂ. അവരെ കൊണ്ടൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ യാത്ര തൽക്കാലം മാറ്റിവെച്ചത്. അത് ഉപേക്ഷിച്ചതല്ല. അതൊക്കെ VSനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. VS എങ്ങനെയാണ് ആ അഭിപ്രായം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഇടതുപക്ഷ ഐക്യമുന്നണി ചെയർമാൻ പോൾ ടി സാമുവൽ അധ്യക്ഷത വഹിച്ചു. RMP സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP പ്രകാശൻ, A ശേഖർ, KK അശോകൻ, അപ്പുകുട്ടൻ കാരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അമ്പലത്തല കുഞ്ഞികൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് തെരഞ്ഞെടുപ്പ് ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടർ PS മുഹമ്മദ് സഗീറിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം എത്തിയാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പത്രിക സമർപ്പിച്ചത്. AAP നേതാക്കളായ ഫൈസൽ തളങ്കര, KP മുഹമ്മദ് കുഞ്ഞി, പീതാംബരൻ, ഇംദാദ്, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, CU സണ്ണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഇതോടെ ജില്ലയിൽ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികളുടെ എണ്ണം 7ആയി. LDF സ്ഥാനാർത്ഥി P കരുണാകരൻ, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് T സിദ്ദീഖ്, BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ എന്നിവർ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇവർക്ക് പുറമെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ബാസ് മുതലപ്പാറ, യാദവ സഭ സ്ഥാനാർത്ഥി ഗംഗാധര നെല്ലിത്തല, നാഷണൽ യൂത്ത് ലീഗ് സ്ഥാനാർത്ഥി സിദ്ദിഖ് ചേരങ്കൈ എന്നിവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിച്ചു. പത്രിക സമർപ്പിച്ചതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്കിടയിലേക്ക് നേരിട്ട് ചെന്നുള്ള വോട്ടഭ്യർത്ഥനയും പര്യടനവും ആരംഭിക്കും. ഇലക്ഷൻ ഡെസ്ക് KCN. SDPI സ്ഥാനാർത്ഥി NU അബ്ദുൽ സലാം പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ നായന്മാർമൂല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകരോടൊപ്പം എത്തിയാണ് SDPI സ്ഥാനാർത്ഥി NU അബ്ദുൽ സലാം തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ കലക്ടർ PS മുഹമ്മദ് സഗീറിന് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. മുറിവേറ്റ് വഴിയരികിൽ തള്ളുന്ന പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരു രക്ഷകൻ. അമ്മക്കിളിക്കൂടുരുക്കി തണലാവുന്ന പുല്ലൂർ പെരളത്തെ വിജേഷ് വേറിട്ട കാഴ്ചയാകും. തള്ളപ്പക്ഷിയെ നഷ്ടപ്പെട്ട പക്ഷിക്കുഞ്ഞുങ്ങൾക്കും മുറിവേറ്റ മൃഗങ്ങൾക്കും അഭയമേകി വളർത്തുകയാണ് പുല്ലൂർ പെരളത്തെ വിജേഷ് എന്ന ചെറുപ്പക്കാരൻ. പെരളം ആനവാതുക്കൽ റോഡരികിലെ വിജേഷിന്റെ ഒറ്റമുറി വീട്ടിൽ അന്തേവാസികൾ അനവധിയാണ്. 20ഓളം ആടുകൾ, മുയൽ, തത്തക്കുഞ്ഞുങ്ങൾ, പരുന്ത് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ജീവികൾ. റോഡരികിലും പറമ്പുകളിലും വീണുകിടക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടെത്തിയാൽ നാട്ടുകാർ ആദ്യം അന്വേഷിക്കുന്നത് വിജേഷിനെയാവും. ചത്തുപോയേക്കാവുന്ന ഇത്തരം പക്ഷികളെ ഏറ്റെടുത്ത് വളർത്തി സ്വതന്ത്രരാക്കുകയാണ് വിജേഷിന്റെ ശീലം. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നവയിൽ പരുന്തും തള്ളപ്പക്ഷി നഷ്ടപ്പെട്ട തത്തക്കുഞ്ഞുങ്ങളുമുണ്ട്.
പുല്ലൂർ സ്റ്റേറ്റ് സീഡ് ഫാമിലെ തൊഴിലാളികളാണ് വയലിൽ നിന്നും വീണ് കിട്ടിയ പരുന്തൻ കുഞ്ഞിനെ വിജേഷിനെ ഏൽപ്പിച്ചത്. വീടിനരികിലെ പറമ്പിൽ ഉണങ്ങിയ തെങ്ങ് മുറിഞ്ഞു വീണപ്പോഴാണ് തത്തക്കുഞ്ഞുങ്ങളെ ലഭിച്ചത്. വേറിട്ട രീതിയിലാണ് ഇവയെ വളർത്തുന്നത്. തന്റെ കൊച്ചുവീടിന് മുകളിൽ വീടോളം വരുന്ന കൂടാരമൊരുക്കിയാണ് പക്ഷികളെ ഇതിൽ പാർപ്പിക്കുന്നത്. പ്രാവും തത്തകളും പരുന്തുമെല്ലാം ഒരുമിച്ചാണ് താമസം. എല്ലാറ്റിനെയും ഒരുമിച്ച് താമസിപ്പിക്കുന്നത് കൊണ്ട് പരസ്പരം കൊത്തിക്കീറില്ലെന്നും വിജേഷ് പറയുന്നു. വളർത്തി വലുതാക്കി സ്വതന്ത്രരാക്കാനാണ് തീരുമാനമെന്നും വിജേഷ് കൂട്ടിച്ചേർത്തു. ഈ പക്ഷികളെ മൃഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ എവിടെ കിട്ടിയാലും ഞാൻ വളർത്തും. ഏത് അപകട സാഹചര്യത്തിൽ കണ്ടാലും ഞാൻ ഇതിനെ പോറ്റി വളർത്തി സ്വതന്ത്രമാക്കാൻ നോക്കും. ഇതിനെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. ഇതിനെ ആര് തന്നാലും എവിടെ നിന്ന് എന്ത് അപകടത്തിൽപ്പെട്ട് കിട്ടിയ പക്ഷിയായാലും ഞാനെടുത്ത് അതിനെ വളർത്തി. പരുന്തിനൊപ്പം കളിക്കുന്ന തത്തക്കുഞ്ഞുങ്ങളും പ്രാവുകളുമെല്ലാം ഇവിടുത്തെ വേറിട്ട കാഴ്ചകളാണ്. ആനവാതുക്കൽ പെരളത്തെ ജാനകിയുടെ ഏകമകനാണ് വിജേഷ്. SSLC പഠനത്തിന് ശേഷം അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലിൽ ഏർപ്പെട്ട ഈ യുവാവ് വരുമാനത്തിന്റെ ഭൂരിഭാഗവും പക്ഷികളുടെ സംരക്ഷണത്തിനായി ചെലവഴിക്കുകയാണ്. മൃഗങ്ങളോടുള്ള ഇഷ്ടം മൂലം 20ഓളം ആടുകളെയും വിജേഷ് വളർത്തുന്നുണ്ട്. വലിയ കൂടൊരുക്കിയ ശേഷം അലയുന്ന നായ്ക്കളെ പാർപ്പിക്കണമെന്ന ആഗ്രഹവും വിജേഷിനുണ്ട്. സഹോദരങ്ങളില്ലാത്ത വിജേഷിന് സകല ജീവികളെയും കൂട്ടുകാരാക്കി ജീവിക്കാനാണ് ഇഷ്ടം. പുറം ലോകം ഏറെ അറിയാത്ത വിജേഷ് എന്ന യുവാവിന്റെ കാരുണ്യവും സഹജീവി സ്നേഹവും അംഗീകാരത്തിന്റെ പട്ടികയിൽ ഇതുവരെയും ഇടം നേടിയിട്ടില്ല. വൈദ്യുതി രംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു വേദി. KSEB ഓഫീസർമാരും ഇലക്ട്രിക്കൽ വയർമാൻമാരുമാണ് ഏറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത്. ചെറുപ്പത്തൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പവർ കട്ടിന്റെയും ലോഡ് ഷെഡിംഗിന്റെയും കാര്യങ്ങൾ ദിവസത്തിൽ പലതവണ ചർച്ച ചെയ്യുന്ന ആളുകൾക്കിടയിലേക്ക് KSEB ഉദ്യോഗസ്ഥർ വന്നത് യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് വിശദീകരിക്കാനായിരുന്നു. അധികാരികളെയും മന്ത്രിമാരെയും കുറ്റപ്പെടുന്നതിന് പകരം പ്രശ്നത്തിന്റെ കാതൽ തുറന്നുകാട്ടുന്നതായിരുന്നു KSEB ഓഫീസർമാരുടെ വിശദീകരണം. നമ്മളുടെ ഒരു വർഷത്തെ ശരാശരി വൈദ്യുത ഉപയോഗം അല്ലെങ്കിൽ ആ ശരാശരി വൈദ്യുത ഉപഭോഗം എന്നത് ഒരാളുടേത് കണക്കാക്കപ്പെട്ടിരിക്കുന്ന 500 യൂണിറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നവരാണ് കേരളീയർ. ആ കേരളീയന്റെ ശരാശരി ഒരു വർഷത്തെ വൈദ്യുത ഉപയോഗം 500 യൂണിറ്റാണ്. ഇന്ത്യയിലാകെയുള്ള മനുഷ്യരുടെ കണക്കെടുത്താൽ ശരാശരി വൈദ്യുത ഉപഭോഗം ഏതാണ്ട് 800 യൂണിറ്റാണ്. മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് 1000-ഉം 2000-ഉം 3000-ഉം ഒക്കെ കടന്നുകൊണ്ട് ഉയർന്ന വൈദ്യുത ഉപഭോഗമുള്ള ജനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രസരണ നഷ്ടവും ഉൽപാദനക്ഷമതയിലെ കുറവുമെല്ലാം സംവാദത്തിന് എരിവും ചൂടും പകർന്നപ്പോൾ ശ്രോതാക്കളുടെ മുഖത്തും ഇതൊക്കെ അറിയാനായതിന്റെ സന്തോഷം. P. സീതാരാമൻ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. K. രാമകൃഷ്ണൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജയപ്രകാശ് P. മോഡറേറ്ററായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ അമൃതം ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായി മാജിക് ഷോ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മാജിക് ഷോ DMO V. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കി ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്ന അമൃതം ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് യദുനാഥ് പള്ളിയത്തിന്റെ മാജിക് ഷോ അരങ്ങേറിയത്. ലഹരി വസ്തുക്കളെ സ്വയം കടത്തിവിടുകയാണ്. ഹാൻസ്, കൈനി, സിഗരറ്റ് ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളെ അദ്ദേഹം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചു നേരത്തേക്കുള്ള സന്തോഷത്തിന് വേണ്ടിയാകാം. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചു കാലം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, ഇതുപോലുള്ള ഉപയോഗങ്ങൾ മൂലം അവസാനം അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു മാജിക്കിലൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. ജില്ലയിൽ തുടക്കമിട്ട ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ മാജിക് ഷോ സഹായകരമായി. നിരവധി പേരാണ് മാജിക് ഷോ കാണാനെത്തിയത്. കൈയൊതുക്കവും വേഗതയും കൊണ്ട് കാണികളെ ആകർഷിക്കാൻ യദുനാഥിന് കഴിഞ്ഞു. DMO ഡോക്ടർ V. ഗോപിനാഥൻ മാജിക് ഷോ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ ഞങ്ങൾ പല വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങളൊക്കെ സംഭവിച്ചത് പകർച്ചവ്യാധികൾ മൂലമായിരുന്നു. പക്ഷേ ആ ചിത്രമൊക്കെ മാറി ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് പകർച്ചേതര വ്യാധികൾ, അതായത് ജീവിതശൈലി രോഗങ്ങൾ മുഖേനയാണ്. അത് നമ്മൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് രക്താതിസമ്മർദ്ദം, പ്രമേഹ രോഗം, അതുപോലെ തന്നെ ക്യാൻസർ, മറ്റ് ഹാർട്ട് ഡിസീസ് ഒക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഡോക്ടർ രാമദാസ്, ഡോക്ടർ AB വിമൽരാജ്, വിൻസെന്റ് ജോൺ തുടങ്ങിയവർ സംബന്ധിച്ചു.
ലോക ക്ഷയരോഗ ദിനമായ മാർച്ച് 24-ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി 24-ന് ക്ഷയരോഗ നിയന്ത്രണ ഗ്രാമപ്രഖ്യാപനം, ത്രൈമാസിക പ്രകാശനം, പോഷകാഹാര വിതരണം എന്നിവ നടക്കും. ജില്ലാ TB സെന്റർ, പ്രൊജക്ട് അക്ഷയ, എടനീർ സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്, സഞ്ജീവനി കേന്ദ്രം, പാലക്കുന്ന് മർച്ചന്റ് നേവി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 24-ന് രാവിലെ 10:30-ന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പരിപാടി മണിപ്പാൽ KMC മുൻ വൈസ് ചാൻസലർ പത്മശ്രീ ഡോക്ടർ BM ഹെഗ്ഡെ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ജില്ലാ TB സെന്ററിന്റെയും ഹെൽത്ത് ലൈൻ കാസർഗോഡ്, അതുപോലെ പ്രൊജക്ട് അക്ഷയ, സാമജി ഹയർ സെക്കൻഡറി സ്കൂൾ എടനീർ, സഞ്ജീവനി കേന്ദ്രം, മർച്ചന്റ് നേവി പാലക്കുന്ന് കോട്ടിക്കുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2014 മാർച്ച് 24-ന് രാവിലെ 10:30 മണിക്ക് മുനിസിപ്പൽ കോൺഫറൻസ് ഹാൾ കാസർഗോഡ് വെച്ചിട്ട് ലോക ക്ഷയരോഗ ദിന ആചരണം നടത്തുകയാണ്. അതിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. ഗോപിനാഥൻ അവരുടെ അധ്യക്ഷതയിൽ പത്മഭൂഷൺ ഡോക്ടർ BM ഹെഗ്ഡെ അവർകളാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ TB ഓഫീസർ ഡോക്ടർ K. രവിപ്രസാദ്, V. കരുണാകരൻ മംഗലാപുരം, മോഹനൻ മാങ്ങാട്, PP. സുനിൽകുമാർ, IK. വാസുദേവൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ബ്ലോക്ക് സമ്മേളനം ശനിയാഴ്ച ചെമ്മനാട് കോളിയെടുക്കത്ത് നടക്കും. പൊതുസ്ഥലങ്ങളിൽ അനധികൃതമായി നിർമ്മിച്ച മുഴുവൻ കവാടങ്ങളും കമാനങ്ങളും ഒരാഴ്ചക്കകം നീക്കം ചെയ്യണമെന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് K. ജീവൻ ബാബു IAS ഉത്തരവിട്ടു. ഇതിനായി ദേശീയപാത വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. ബോവിക്കാനം അൽ അമീൻ യൂത്ത് ഫെഡറേഷൻ വാർഷികാഘോഷം 30-ന് തുടങ്ങും. പരിപാടി 5 ദിവസം നീണ്ടു നിൽക്കും. ആലമ്പാടി റേഞ്ച് മുഅല്ലിം വിദ്യാർത്ഥി കലാമേള ശനിയാഴ്ച നടക്കും. ഹിദായത്ത് നഗറിലാണ് പരിപാടി. മംഗൽപാടി CHCയുടെ നേതൃത്വത്തിൽ FWC അടുക്കയിൽ വൃദ്ധജനങ്ങൾക്കായി സായം സന്ധ്യ സംഘടിപ്പിച്ചു. കരിമല കയറ്റവും ഞാൻ മറന്നു, കരുപ്പൂര പ്രിയനെ നിൻ കഥ കേട്ടും, കരിമല കയറ്റവും ഞാൻ മറന്നു. തിരക്കുന്നു മേലായ പടച്ചോന്റെ വിധി വന്ന് പുലരുന്നു, എല്ലാരും എത്തുന്നേ കൽബ് തുടിക്കുന്നേ. പരിപാടി മംഗൽപാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആരിഫ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മഹമ്മൂദ് അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്യാരിസ് ദിലീപ്, ഡോക്ടർ കാസിം, വിജയൻ, MP മഹമ്മൂദ്, M. ദാക്ഷായണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസ് ഉപ്പളയിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ചേശ്വരത്തെ കരുദിനം MLAക്ക് നേരെ കരിങ്കൊടി പ്രയോഗം. VS അച്യുതാനന്ദന്റെ നിലപാട് ജനം തിരിച്ചറിയുമെന്ന് RMP നേതാവ് KK രമ. TPയെ കൊലപ്പെടുത്തിയത് VSന്റെ നിലപാടുകൾ പിന്തുടരുന്നതാണെന്നും KK രമ. 2 സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിച്ചു. വെള്ളിയാഴ്ച പത്രിക സമർപ്പിച്ചത് AP SDPI സ്ഥാനാർത്ഥികൾ. ആവേശം പകർന്ന മാജിക് ഷോ, ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ പുതിയ അവബോധം. KCN വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.